ദിശ മിഴിഞ്ഞ കണ്ണാലെ തന്നെ നോക്കുന്നത് കണ്ടതും അഗസ്ത്യ അവളുടെ ഇരു കണ്ണിന് മേലെയായി പതിയെ ഊതിയതും അവൾ സ്വബോധം വീണ്ടെടുത്തു. പിന്നീട് തൻ്റെ മുഖത്തിന് നേരെ അവൻ്റെ മുഖം അടുത്ത് വരുന്നത് കണ്ടതും അവൾ തൻ്റെ കൈ ചുരുട്ടിക്കൂട്ടി അവൻ്റെ വയറിനിട്ട് ഒരു പഞ്ച് കൊടുത്തതും ഒരു നിമിഷം അവൻ്റെ കണ്ണ് ബുൾസൈ പോലെയായി വന്നു. അച്ചോടാ, വേദനിച്ചോ? ഇതാണ് പഞ്ചാരപ്പഞ്ച്. എൻ്റെ പഞ്ചാരക്കുട്ടന് ഒരെണ്ണം കൂടി തരട്ടെ? അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട കേട്ടോ, ഇനി ഞാൻ അങ്ങോട്ട് തരാം. പഞ്ചാര പഞ്ചല്ല. അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ആഹാ, സാറിന് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. ഇടത് കയ്യാലെ അവൾ അവൻ്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ പിന്നെ ഒന്നും കൂടെ അങ്ങ് കൊടുത്തേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞു വീണ്ടും തൻ്റെ കൈ ചുരുട്ടിക്കൂട്ടി ഇടിക്കാനൊരുങ്ങിയതും അവളുടെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട അവൻ അവളുടെ ഇരു കൈയും ബലമായി പിടിച്ചു വെച്ചു. ശേഷം അവളുടെ പിറകിലൂടെ കൊണ്ടുവന്ന് കൂട്ടിപ്പിടിച്ചതും അവൾ അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അവളുടെ ഇരു തോളിൽ നിന്നും ഡ്രസ്സ് ചെറുതായി താഴേക്ക് ഊർന്നിറങ്ങി. അയ്യോ, ദേ എൻ്റെ ഡ്രസ്സ് താഴെ പോണു, വിടെന്ന്. പൊയ്ക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നായാലും ഞാനിതൊക്കെയും കാണേണ്ടതല്ലേ. അതിന്ന് തന്നെ ആയെന്ന് വെച്ചേ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവളുടെ തോളിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അയ്യോ, ഇതെൻ്റെ DCP അല്ല, എൻ്റെ DCP ഇങ്ങനല്ല. ദിശ പ്രത്യേക ഇനത്തിൽ പറഞ്ഞതും അവളുടെ കൈ അവനൊന്നുകൂടെ മുറുക്കി പിടിച്ചതും അവൾ വേദന കൊണ്ട് എരിവലിച്ചു. അതേസമയം അവളുടെ ബ്ലൗസ് മാറിൽ നിന്നും പൂർണ്ണമായും അടർന്നു വീണു. അതോടെ അവൾ അകത്ത് ധരിച്ചിരുന്ന സ്ട്രാപ്ലെസ് ആൻഡ് ബാക്ക്ലെസ് ആയിട്ടുള്ള ഇന്നർ വെയർ അവന് മുന്നിൽ ദൃശ്യമായതും അവൻ്റെ നോട്ടം യാന്ത്രികമായി അങ്ങോട്ടെത്തി. കിളി പോയതുപോലുള്ള അവൻ്റെ ആ നോട്ടം കണ്ടതും അവളിൽ നാണവും ചമ്മലും വെപ്രാളവും നിറഞ്ഞു. അടുത്ത നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അതുപോലെ അമർന്നു. അവളുടെ മാറിടം തൻ്റെ നെഞ്ചിൽ അമർന്നതും അവനിലൂടെ ഒരു വിറയൽ കടന്നുപോയി. സച്ചുവേട്ടാ, കൈ വിട്, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ, പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. അവൻ്റെ പിടി താനെ അയഞ്ഞു തുടങ്ങി. അവൻ അവളുടെ കൈ പൂർണ്ണമായും മോചിപ്പിച്ചു. അവളുടെ താഴ്ന്നു പോയ ബ്ലൗസ് പൊക്കി വെച്ച് ബാക്കിലെ ഹുക്കിട്ട് കൊടുത്തു. അവളെ തനിക്ക് നേരെ നിർത്തി. അവൾ അപ്പോഴും അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തിയിരിപ്പാണ്. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി അവളുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചു. അന്നേരത്തെ അവളുടെ കണ്ണിലെ പിടച്ചിൽ അവൻ ശരിക്കും ആസ്വദിച്ചു. ആ നിമിഷം അവളുടെ നെറുകയിൽ ചുംബിച്ചതും എതിർപ്പുകളൊന്നും കാണിക്കാതെ അവൾ ആ ചുംബനം കണ്ണടച്ച് സ്വീകരിച്ചു. ദിശ, ഐ ആം സോറി ആൻഡ് ഐ ലവ് യു. അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും അവൾ കണ്ണുമിഴിച്ചു അവനെ നോക്കി. മിഴിഞ്ഞ കണ്ണാലെ തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ കൈകളിൽ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു. അവനവളെ പതിയെ ബെഡിൽ കിടത്തി അവളുമായി ചേർന്ന് കിടന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കത്തുന്ന പ്രണയം. ആദ്യമായി കാണും പോലെ അവൻ തന്നെ നോക്കുന്നത് കണ്ടതും അവൾ ആ നോട്ടത്തിൽ അടിമപ്പെട്ടു പോയിരുന്നു. സ്വയം വിസ്മരിച്ചുകൊണ്ട് അവൾ അവനെ ഇവ ചിമ്മാതെ നോക്കി നിന്നു. അവളുടെ നിറയിൽ അവൻ്റെ അതരങ്ങൾ അമരവേ അവളത് ഇരു കണ്ണുമടച്ചു നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവനെ എതിർക്കാനോ വാശി കാണിക്കാനോ അവൾക്ക് തോന്നിയില്ല. അവളുടെ നെറ്റിയിൽ നിന്നും അവൻ്റെ അതരങ്ങൾ അവളുടെ മൂക്കിൻ തുമ്പിലൂടെ താഴേക്കൊഴുകി നടക്കുമ്പോൾ അവൾ കണ്ണു തുറന്നതേയില്ല. പിന്നീട് അവൻ്റെ അതരങ്ങൾ അവളുടെ മൂക്കിൽ നിന്നും അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. അവൻ അവിടെ അമർത്തി ചുംബിച്ചതും ആ നിമിഷം അവൾ കണ്ണു തുറന്നു അവനെ നോക്കി. ഇരുവരുടെയും മിഴികൾ പ്രണയം കൈമാറി തുടങ്ങി. പ്രണയാതുരരായി പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ വേളയിൽ അവൻ അവളുടെ കീഴ്ചുണ്ട് കടിച്ചു വലിച്ചതും ഒന്ന് എരിവലിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുടിയിൽ കുരുത്തു വലിച്ചു. അടുത്ത നിമിഷം അവൻ്റെ അതരങ്ങൾ അവളുടെ താടിയിൽ അമർന്നു. അവിടെ നിന്ന് അത് പിന്നെയും താഴേക്ക് ഇഴഞ്ഞു നീങ്ങി. അവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൾ പെരുവിരൽ ബെഡിലൂന്നി ഒന്ന് ഉയർന്നു പൊങ്ങി. പിന്നീട് അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഇടതടവില്ലാതെ അമർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ വയറിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ കൈ പാവാടക്കുള്ളിലേക്ക് അരച്ചിറങ്ങിയതും അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു. സാരിയുടെ ഞൊറി വലിച്ചെടുത്തു അവൻ തൻ്റെ കൈ പുറത്തെടുത്തതും അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സാരിയുടെ പിന്നഴിച്ചു. സാരി തലപ്പ് മാറിൽ നിന്ന് എടുത്തു മാറ്റിയതും അവൾ ചിണുങ്ങിക്കൊണ്ട് ചമ്മലോടെ തൻ്റെ ഇരു കൈകൊണ്ടും മാറി മറച്ചു പിടിച്ചു. അവളിൽ നിന്നുള്ള നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവളുടെ കൈ എടുത്തു മാറ്റി മാറിലേക്ക് മുഖം പൂഴ്ത്തിയതും അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ മുതുകിൽ പിടിമുറുക്കി.
വല്ലാത്തൊരു ആവേശത്തോടെ അവൻ അവളുടെ കഴുത്തിലും മാറിടിക്കലും ചുംബിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ മാറിൻ ചുഴിയിൽ അവൻ നാവിട്ടുരസിയതും അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി തല പിടിച്ചുയർത്തി തനിക്ക് നേരെ കൊണ്ടുവന്നു അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ അന്നേരം കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചു. എന്താ എന്ന പോലെ പുരികം പൊക്കിയതും അവൾ അവനെ തൻ്റെ മേലെ നിന്ന് തള്ളി മാറ്റി. എന്തൊരു മുടിഞ്ഞ വെയിറ്റാ നിങ്ങൾക്ക്, എൻ്റെ നടു ഒടിഞ്ഞു എന്നാ തോന്നണത്. ബെഡിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു. അല്ല, അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, ആരെങ്കിലും അമ്മിക്കല്ലെടുത്ത് നിങ്ങളുടെ തലമണ്ട കടിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ കാണിക്കോ? ഇരുന്നിടത്ത് നിന്നും മെല്ലെ തലചരിച്ചു. ബെഡിൽ മലർന്നു കിടക്കുന്നവനിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ്റെ മുഖത്ത് വിരിഞ്ഞ കള്ളച്ചിരി കാണവേ ദിഷ അത്ഭുതപ്പെട്ടുപോയി. കണ്ണിൽ പ്രണയവും കുറുമ്പും നിറച്ച് മനോഹരമായി പുഞ്ചിരിക്കുന്നു. അത്രത്തോളം റൊമാൻറ്റിക്കായി അവൾ അവനെ കണ്ടിട്ടേയില്ല. അതിനിടയിൽ അവളുടെ ഇടുപ്പിലേക്ക് അവൻ്റെ കൈ ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ പ്രവൃത്തി അവളിൽ ഇക്കിളി പടർത്തി. അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റി അവനെ കൂർപ്പിച്ചു നോക്കി. അന്നേരം അവൻ അവളെ നോക്കി ചുണ്ട് കൂർപ്പിച്ച് ഒരുമ്മ കൂടി പുറത്തു വിട്ടതും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. ആ ദേഷ്യം കാണുമ്പോൾ അവന് ചിരിയാണ് വന്നത്. അയ്യടാ, ചിരി കണ്ടില്ലേ? നിങ്ങൾക്ക് വല്ല റൊമാൻറ്റിക് പ്രേതവും കൂടിയോ മനുഷ്യ? അവൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവന് മറുപടി ഒന്നുമില്ലായിരുന്നു. നിന്റെ ദേഷ്യം കാണുമ്പോൾ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നുക, അവൻ പറഞ്ഞു. തോന്നും, എനിക്കേ ഉറക്കം വരുന്നു, ഞാനിതൊക്കെ ഒന്ന് മാറട്ടെ എന്നും പറഞ്ഞ് ദിഷ അഴിഞ്ഞു വീണ സാരിയൊക്കെയും കൂട്ടിപ്പിടിച്ചു. ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങവേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ഈ പ്രവൃത്തിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ ചെന്നിടിച്ചു. ഈ ഡ്രസ്സ് മാറിയിട്ടേ നൈറ്റ് റൈഡിന് പോകാനുള്ള ഡ്രസ്സിട്ട് വന്നാൽ മതി. അവൻ്റെ പറച്ചിലിൽ അവൾ കണ്ണു മിഴിച്ചു അവനെ നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ബുള്ളറ്റിലാണ് വന്നേ, നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ? ആ, ഇത് അത് തന്നെ, അമ്മിക്കല്ല്, അവൾ വല്ലാത്ത ഭാവത്തിൽ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അമ്മിക്കല്ല്, കുന്തം, ദേ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നോ, ഇല്ലെങ്കിൽ നിന്റെ തലക്ക് ഞാനായിരിക്കും അമ്മിക്കല്ലിടാൻ പോകുന്നത്. അവൻ കലിപ്പ് മോഡ് ഓൺ ചെയ്തു. അതിനിവിടെ അമ്മിക്കല്ലില്ലല്ലോ മോനെ ദിനേശ, അവൾ അവൻ്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ആണോ മോളെ ദിനേശി, പുറത്ത് അലക്കുകല്ലില്ലേ, ഞാൻ അതെടുത്തിട്ടോളാം. അത് പറയുന്നതിനൊപ്പം അവൻ്റെ കൈ അവളുടെ ബ്ലൗസിലെ ഹുക്കിലും റോപ്പിലും അമർന്നിരുന്നു. അവനത് അഴിച്ചു മാറ്റിയതും അവളുടെ കണ്ണ് മെഴിഞ്ഞു വന്നു. നീ ഇങ്ങനെ കണ്ണുകൊണ്ട് ഭരതനാട്യം കളിക്കാതെ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിവായോ തച്ചൂസേ. അവൾ അവൻ്റെ പുറത്തേക്ക് അമർന്നതിനാൽ ബ്ലൗസിൽ കൂടി അവളുടെ മൃദുലത പകുതിയോളം പുറത്തേക്ക് ദൃശ്യമാവുന്നുണ്ടായിരുന്നു. അവിടം വിരലോടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ആ നിമിഷം അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. അറിയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ഇങ്ങനെ ആസ്വദിച്ച് കിടന്നാൽ മതിയോ, നമുക്ക് പോകണ്ടേ? അവളുമായി ബെഡിലേക്കൊന്ന് മറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെയും രണ്ടുപേരും സ്വയം മറന്ന് കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. തൻ്റെ അതരങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്ന അവൻ്റെ അതരങ്ങളെ കാണവേ ഇയാൾ കുമ്മറിന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു ആവോ. ഇപ്പം ശരിയാക്കി തരാമെന്നും സ്വയം പറഞ്ഞു. അവൾ അവൻ്റെ കവിള് നോക്കി ഒരു കടി വെച്ചു കൊടുത്തതും അവൻ വേദന കൊണ്ട് നിലവിളിച്ചു പോയിരുന്നു. അവനെയും തള്ളി മാറ്റിയ വാർഡ്രോബിനരികിലേക്ക് അവൾ ഓടി. അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കവിള് മുഴിഞ്ഞു അവളെ തന്നെ നോക്കിക്കിടക്കുന്ന അഗസ്ത്യയെ കണ്ടതും അവളിൽ നാണം നിറഞ്ഞു. പാവാടയും ബ്ലൗസും മാത്രമായിരുന്നു അന്നേരത്തെ അവളുടെ വേഷം. ഇരുവരും നൈറ്റ് റൈഡിന് പോകാൻ വേണ്ടി റെഡിയായി. ബാഗി ജീൻസും ന്യൂഡിൽ സ്ട്രാപ്പ് ടാങ്ക് ടോപ്പും ഓപ്പൺ ജാക്കറ്റും ആയിരുന്നു അവളുടെ വേഷം. ജോഗറും ടീഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം. അവൻ തൻ്റെ ഗൺ അരയിൽ വെച്ചു. അത് കണ്ട് ദിശ വായും പൊളിച്ചു നോക്കി. എന്താ? അവൻ ചോദ്യഭാവത്തിൽ അമർത്തി മൂളി. അവൾ അന്നേരം ഒന്നുമില്ലെന്ന പോലെ ചുമൽ കൂച്ചി. ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കീയും പോക്കറ്റിലിട്ട് ദിശ മുറ്റത്തേക്കിറങ്ങി. ഒന്ന് പെട്ടെന്ന് വാൻ്റെ ദിശ, ദേ 1:30 മണിയായി. ബുള്ളറ്റ് റേസ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. ഓ വരുമല്ലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോ ഈ പാതിരാത്രിക്ക് ചുറ്റിയടിക്കാൻ? ആ ആക്സിലറേറ്ററിലൊന്ന് പതുക്കെ തിരുമാൻ മനുഷ്യ, നാട്ടുകാരെ മൊത്തം അറിയിക്കണോ? ഞാൻ വിചാരിച്ചു നീ വൈബാണെന്ന്. ഇതൊരുമാതിരി ഉറക്കം തോന്നി. അഗസ്ത്യ അവളെ പുച്ഛിച്ചു. ഞാൻ വൈബ് തന്നെയായിരുന്നു. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ വൈബൊക്കെ അങ്ങ് കിണറ്റിലിട്ടു, അത്രയേ ഉള്ളൂ. ഓ, എനിക്കിട്ട് കൊട്ടാനുള്ള അവസരം ഒന്നും പാഴാക്കരുത്, അവൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ബുള്ളറ്റിൻ്റെ പിറകിലിരുന്നു. അയ്യോ, അപ്പോൾ എനിക്ക് ഹെൽമെറ്റ് ഇല്ലേ? ദിശ ചോദിച്ചു. അത് കുഴപ്പമില്ല ദിശ, നമ്മൾ പോകുന്ന ഭാഗത്തൊന്നും എവിടെയും ക്യാമറ ഇല്ല. ആഹാ, അതൊന്നും ശരിയാവില്ല. നിയമലംഘനം ഈ ദിശയുടെ നിഘണ്ടുവിലേ ഇല്ല. ഓഹ്, അവളുടെ ഒരു നിഘണ്ടുവും നിയമം പറച്ചിലും.
നീ ആരാ? വക്കാലത്ത് നാരായണൻകുട്ടിയോ? അതാരാ? നിന്റെ അച്ഛൻ. അവനത് പറഞ്ഞു തീർന്നില്ല. അവളവൻ്റെ തോളിലേക്ക് അമർത്തി കടിച്ചു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ അച്ഛനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ആ പിന്നെ അച്ഛനെ വിളിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അകത്തെ അച്ഛൻ്റെ ഹെൽമെറ്റ് കിടപ്പുണ്ട്, ഞാൻ പോയി അതെടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ധൃതിയിൽ നടന്നു. ഹെൽമെറ്റും എടുത്ത് അവൾ പെട്ടെന്ന് തിരിച്ചെത്തി. എന്നാ വണ്ടി വിടുമോനെ ദിനേശ, അവൾ അതും പറഞ്ഞ് അവൻ്റെ വയറിലൂടെ കൈയിട്ട് മുറുക്കി പിടിച്ചു. DCP സാർ, ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അന്നേരം അവൻ ഒന്നുകൂടെ സ്പീഡിൽ ഓടിച്ചു. ഓ, ഇയാൾ വഴിതെറ്റി കേരള പോലീസിലെത്തിയതല്ലേ? ഇയാൾക്ക് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോവായിരുന്നു. ഹോ, എന്താ ഒരു ഭാവങ്ങൾ, പ്രത്യേകിച്ച് ഐ കോണ്ടാക്ട്, നോ രക്ഷ. അവളുടെ പറച്ചിൽ അവനിൽ ചിരി പടർത്തി. ഇരുവരും യാത്ര ആസ്വദിച്ചു. അതിനിടയിൽ ഹമ്പുകൾ കിട്ടിയതും അവൻ ശരിക്കും മുതലെടുത്തു. ഒരുമിച്ച് 8 ഹമ്പുകൾ വരുന്ന സ്ഥലത്തുകൂടെ അവൻ വണ്ടി ഓടിച്ചു. പിന്നെ വണ്ടി ഒന്ന് നിർത്തി വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ച് അങ്ങോട്ട് പോയി ഹമ്പിലൂടെ തുള്ളിക്കളിച്ചു. അവിടുന്ന് വീണ്ടും മുന്നോട്ട്. ഓരോ നിമിഷവും വീഴാതിരിക്കാൻ അവൾ അവനെ മുറുക്കി പിടിച്ചു. അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി, ഒപ്പം അവളുടെ ചുണ്ടിലും. ഇയാള് ഇത്രയ്ക്കും വൈബായിരുന്നോ എന്നവൾ ചിന്തിച്ചു. തല ഉയർത്തി നിൽക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ വണ്ടി നീങ്ങുന്നത് കണ്ടതും ദിശയുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെയും അവൻ്റെയും ഹെൽമറ്റ് ഊരി മാറ്റി ഹെൽമറ്റ് ഹോൾഡറിൽ തൂക്കിയിട്ടു. അവൾ ഇരുന്നിടത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് നിന്ന് തൻ്റെ കൈ വിടർത്തി കാറ്റിനെ പുണർന്നു. ശേഷം സീറ്റിൽ തിരികെയിരുന്നു. അവനെ ഇറുകെ പുണർന്നു. അവൻ തൻ്റെ ഇടത് കൈയാലെ അവൾക്ക് കൈക്ക് മേലെ തൻ്റെ കൈ ചേർത്ത് വെച്ചു. അവൻ്റെ കാതോരം അവൾ ചുംബിച്ചുകൊണ്ട് കാതിലും കഴുത്തിലും മുഖമിട്ടുരസി. അവൻ്റെ കാതോരവൾ പ്രണയത്തോടെ പാടിയതും ഇവൾക്ക് ഇതും വശമുണ്ടോ എന്നവൻ ചിന്തിച്ചു. അഗസ്ത്യയുടെ ബുള്ളറ്റ് ചെന്ന് നിന്നത് ഒരു അരുവിയുടെ തീരത്താണ്. തൊട്ടരികിൽ നിറയെ വൃക്ഷങ്ങളുണ്ട്. അതിലൊരു വൃക്ഷത്തിൽ മനോഹരമായ ട്രീ ഹട്ടും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അവൻ അവളുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു. രാത്രിയുടെ നിശബ്ദതയും അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും ഇളം തെന്നലും ഇതിൻ്റെയൊക്കെ ഭംഗി കൂട്ടാനെന്നവണ്ണം പൂർണ്ണചന്ദ്രനും. ഒപ്പം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂട്ടിനുണ്ടെങ്കിൽ പറയുകയേ വേണ്ട. ഇരുവരും അവിടെ ഒരു കുഞ്ഞു പാറപ്പുറത്ത് വന്നിരുന്നു. വെള്ളത്തിലേക്ക് കാലുമിട്ട് കുറച്ചു നേരം അതുപോലെ അങ്ങനെ ഇരുന്നു. ഇരുവരുടെയും കാലുകൾ വെള്ളത്തിനിടയിൽ നിന്ന് തൊട്ടുരുമുന്നുണ്ട്. 2 പേർക്കിടയിൽ മൗനം മാത്രം. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അന്നേരം അവനവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്തേ, ഉറക്കം വന്നോ? അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ടവൻ ചോദിച്ചു. അന്നേരം ഇല്ലെന്നവൾ തലയനക്കി. ദിശ, നീ നേരത്തെ പലതവണ ചോദിച്ചിരുന്നു ഞാൻ ഇത്രയും നാൾ എന്തിനാ നിന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയതെന്ന്. അതിനൊരു കാരണമുണ്ടായിരുന്നു, അവൻ പറഞ്ഞു തുടങ്ങി. കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നതാണോ ആ കാരണം? ദിശ എങ്ങോട്ടോ മിഴികൾ നട്ടുകൊണ്ടാണ് അത് പറഞ്ഞത്. അവനവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി മിഴിഞ്ഞ കണ്ണാലെ ഒന്ന് നോക്കി. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാവല്ലേ അവൾ ചോദിച്ചു. അറിയാതെ അറിഞ്ഞതാ, അറിഞ്ഞുകൊണ്ട് അറിഞ്ഞതല്ല, സോറി. ഇവളിതെന്ത് തേങ്ങയാ ഈ പറയുന്നത് എന്ന പോലെ അഗസ്ത്യ അവളെ നോക്കി. അതായത് സച്ചുവേട്ടാ, നിങ്ങളെ എന്ന് അവരാജൻ കൈക്കൂലി കേസ് പെടുത്തിയില്ലേ, അന്ന് എനിക്ക് നിങ്ങളെ മിസ് ചെയ്ത് ഞാൻ ആകെ സെൻറ്റി അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഷർട്ടൊക്കെ നോക്കിയിരിക്കാന്ന് കരുതി ഞാൻ നിങ്ങളുടെ വാർഡ്രോബ് തുറക്കുന്നത്. അന്നേരം എവിടെന്നോ ഒരു കവർ വന്ന് താഴെ വീഴുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തോ മാരകമായ രോഗമാണെന്ന് കരുതി അന്ന് രാത്രി മുഴുവൻ ഒരു പോള കണ്ണടച്ചില്ല. പാവം ഞാൻ. എന്നിട്ട് അവൻ പ്രത്യേക ഇനത്തിൽ ചോദിച്ചു. എന്നിട്ടെന്താവാൻ, എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ മുഖാന്തരം ഞാൻ സത്യം എന്താണെന്ന് കണ്ടെത്തി. എന്നിട്ട് എന്ത് തോന്നി? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. എന്തു തോന്നാൻ, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കുഞ്ഞുങ്ങളില്ലാതെ എത്ര പേര് ജീവിക്കുന്നു, അതുപോലെ നമ്മളും ജീവിക്കും. എനിക്ക് കുഞ്ഞുങ്ങളെക്കാൾ മുഖ്യം നിങ്ങളാ. എന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. നമുക്ക് നമ്മൾ പോരെ, അതിനിടെ മൂന്നാമതൊരാൾ വേണ്ട. പിന്നെ അതുപോലെയുള്ള കടലാസ് തുണ്ടുകളൊന്നും അല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ദൈവമല്ലേ. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ തന്നിരിക്കും. ദിശ അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ അവൻ അവളുടെ കവിളിൽ തൻ്റെ ഇരു കൈത്തലവും ചേർത്ത് വെച്ച് അവളുടെ അതരങ്ങൾ മുഴുവനായും കവർന്നെടുത്തിരുന്നു.
പ്രതീക്ഷിക്കാതെയുള്ള ചുംബനമായതുകൊണ്ട് ആദ്യം അവൻ അവളിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ അവൾ തോൽവി സമ്മതിച്ചു അവന് വിധേയമായി നിന്നുകൊടുത്തു. ഉള്ളിലെ സ്നേഹം മുഴുവൻ പകുത്തു നൽകും വിധം അവളുടെ ഇരുതളങ്ങളും അവൻ മാറി മാറി നുണഞ്ഞു. ഒടുവിൽ അവൾക്ക് ശ്വാസതടസ്സം തോന്നിയതും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൻ്റെ ചുംബനത്താൽ വിവശയായി കിതപ്പടക്കാൻ പാടുപെടുന്ന പെണ്ണിനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അവൻ തൻ്റെ ചുണ്ടുകൾ അമർത്തി തുടച്ചു. അവൻ്റെ അന്നേരത്തെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ അവിടുന്ന് എഴുന്നേറ്റ് ഓടിയതും പിന്നാലെ അവനും എഴുന്നേറ്റ് നടന്നു. അവൾ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ചു മരത്തിന് കീഴിലായി വന്നു നിന്നു. അവൾ അപ്പോഴും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. മുഖം തിരിഞ്ഞു നിൽക്കുന്ന ദിശയുടെ തോളിൽ കൈവച്ച് അവൻ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. ഇരുവരും ആ ഒരു നിമിഷം പ്രണയത്തോടെ പരസ്പരം നോട്ടങ്ങൾ കൈമാറി. അവളുടെ വലത് കൈയെടുത്തുകൊണ്ടവൻ പതിയെ തലോടി. പിന്നീട് തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് അന്ന് വാങ്ങിച്ച റിങ്ങെടുത്ത് അവളുടെ വിരലിൽ അണിയിച്ചു കൊടുത്തതും അവളുടെ മുഖം വിടർന്നു. കണ്ണുകൾ തിളങ്ങി, അതരങ്ങളിൽ പുഞ്ചിരി വിടർന്നു. അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ അവൻ നേർമയായി ചുംബിച്ചതും നാണത്താൽ അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. ആ നിമിഷം അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവൻ്റെ നോട്ടത്തിൽ താൻ തളർന്നുവെന്ന് തോന്നിയതും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ദിശ, ഐ ലവ് യു, അവൻ അവളുടെ കാതിൽ തൂമ്പ് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ഹൃദയം പോലും വിറച്ചുപോയ നിമിഷമായിരുന്നു അത്. ലവ് യു ടു സച്ചുവേട്ടാ, അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. അവൻ അവളെ ആഞ്ഞു പുൽകി. ഇരുവരും കുറച്ചു നേരം അതുപോലെ പുണർന്നു നിന്നു. നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അത്യാവശ്യം ശക്തിയായി കാറ്റടിച്ചു തുടങ്ങി. കാറ്റിൻ്റെ വേഗതക്കനുസരിച്ച് ചെറുതായി മഴയും തുടങ്ങി. സച്ചുവേട്ടാ, അതേ മഴ പെയ്യുന്നു, വാ നമുക്ക് ഹട്ടി കയറാം, അതും പറഞ്ഞ് നടക്കാനിറങ്ങിയവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും മഴ ശക്തിയായി പെയ്തു തുടങ്ങി. അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ അവൻ്റെ കൈ ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ നാഭിച്ചുഴിയിലേക്ക് അവളുടെ വിരലുകൾ ആഴ്ന്നിറങ്ങി. അവൻ്റെ പ്രവൃത്തിയിൽ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ആ നിമിഷം അവൻ അവളെ അതുപോലെ എടുത്തുയർത്തി വട്ടം കറക്കി മഴ ആസ്വദിച്ചു. മഴയുടെ ശക്തി കൂടി വന്നതും ഇരുവരും ആ മരത്തിന് മേലെയുള്ള ട്രീ ഹട്ടിലേക്ക് പാഞ്ഞു കയറി. അഗസ്ത്യ അതിനു മുൻപായി വണ്ടിയിൽ നിന്ന് ഒരു കവർ കൂടി എടുത്തിരുന്നു. ട്രീ ഹട്ടിന് മുകളിലെത്തിയ ദിശ ചുറ്റും കണ്ണോടിച്ചു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹട്ടായിരുന്നു അത്. അപ്പോഴേക്കും അഗസ്ത്യയും അങ്ങോട്ടെത്തി. അവൻ തൻ്റെ കയ്യിലെ കവറിൽ നിന്നും 2-3 കാൻഡിൽ എടുത്ത് കത്തിച്ചു വെച്ചു. ദിശ ഒരു ഭാഗത്തിരുന്ന് പുറത്തേക്ക് കൈനീട്ടി മഴ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അഗസ്ത്യ അവളെയൊന്ന് നോക്കി തൻ്റെ നനഞ്ഞ ഷർട്ട് മാറ്റി ഒരു ഭാഗത്ത് വിരിച്ചു. പാൻറ് മാത്രമാണ് അവനിപ്പോൾ ധരിച്ചിട്ടുള്ളത്. മുടിയിലെ വെള്ളം കുടയുന്നുണ്ട്. അതിനിടയിൽ അവൻ്റെ നോട്ടം ദിശയിലേക്ക് നീളുന്നുണ്ട്. അഗസ്ത്യയുടെ പ്രവർത്തികൾ അവൾ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും അവൻ അവളുടെ അരികിലേക്ക് നടന്നു. അവൻ അവളുടെ അരികിൽ വന്നിരുന്ന് അവളോട് ചേർന്നിരുന്നു. തന്നെ തൊട്ടുരുമിയിരിക്കുന്ന അവനിലേക്ക് അവൾ നോട്ടം പായിച്ചു. തുറന്നിട്ടിരിക്കുന്ന അവൻ്റെ ദൃഢമായ ശരീരം കാണവേ അവൾ കണ്ണുമിഴിച്ചു നോക്കിയിരുന്നു. വെളുത്ത ദൃഢമായ ശരീരം, നെഞ്ചിലാണെങ്കിൽ ഒരു രോമം പോലുമില്ല. അതിൻ്റെ കൂടെ ആ മസിലും ഫ്ലാറ്റ് വയറും. ഉഫ്, ആകെ മൊത്തം ഒരു ഹോട്ട് ലുക്ക്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി പീഡിപ്പിക്കുമല്ലോ ഈശ്വര. കൺട്രോൾ ദിശ, കൺട്രോൾ. സ്വയമേ ഓരോന്ന് പറഞ്ഞ് അവൾ അവനെ വായി നോക്കുന്ന തിരക്കിലാണ്. അതിനിടയിലാണ് അവൻ്റെ കൈ അവളിലേക്ക് നീളുന്നത്. അവളുടെ തോളിൽ നിന്നും ജാക്കറ്റ് താഴ്ത്തി അവിടെ അവൻ ചുണ്ടമർത്തി. അവൾ ഇട്ടിരിക്കുന്ന നനഞ്ഞ ജാക്കറ്റ് ഷർട്ട് അവൻ അവളിൽ നിന്നും പൂർണ്ണമായും അഴിച്ചു മാറ്റുമ്പോൾ അവളിൽ നാണം നിറഞ്ഞു. അകത്തിട്ടിരിക്കുന്ന ന്യൂഡിൽ സ്ട്രാപ്പ് ടാങ്ക് ടോപ്പ് അവളുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നുണ്ട്. അവളുടെ മേനിയിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടക്കുന്നുണ്ട്. അവളുടെ ശരീരഭാഗങ്ങൾ പകുതിയിലേറെ അനാവൃതമാണ്. അവൻ്റെ നോട്ടത്തിൽ വിവശയായതും അവൾ മിഴികൾ താഴ്ത്തി. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി അവനോട് അടുപ്പിച്ചു. അവളുടെ നനഞ്ഞ മുടിയും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ച മുഖവും അവൻ പതിയെ തഴുകി. അവൻ അവളുടെ മുടിയിലെ ക്രാബ് വലിച്ചൂരി മുടി അഴിച്ചിട്ടു. അവൻ്റെ പ്രവൃത്തി അവളിൽ വിറയലുണ്ടാക്കി. അവൻ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്കിടയിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ കാതോരം ചുംബിച്ചു. അവളുടെ ഉള്ളിൽ കുളിര് പടർന്നു. അവൾ കണ്ണ് ചിമ്മി. അവിടുന്ന് അവൻ തൻ്റെ അതരങ്ങൾ താഴേക്ക് ചലിപ്പിച്ചു. അവളുടെ കവിളിലൂടെ തോളിലൂടെ അവൻ്റെ അതരങ്ങൾ കഴുത്തിലാകമാനം ഒഴുകി നടന്നു. കവറിൽ കരുതിയ കമ്പളി വിരിപ്പ് അവിടം വിരിച്ചു അവളെ പതി അവിടെ കിടത്തി. അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. ടാങ്ക് ടോപ്പിലൂടെ പുറത്തേക്ക് എടുത്തു കാട്ടുന്ന മാറിടം ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴുന്നുണ്ട്. വെളുത്ത ടാങ്ക് ടോപ്പിനും തവിട്ട് നിറത്തിലുള്ള പാൻറ്റിനും ഇടയിൽ കൂടി കാണുന്ന വയറും നാഭിച്ചൊഴിയും.
ഇതൊക്കെയും അവൻ്റെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു. അവളുടെ വയറിലേക്ക് മുഖമടിപ്പിച്ചു വയറിൽ തഴുകിക്കൊണ്ട് നാഭിചുഴിയിൽ നാവിട്ട് ചുഴറ്റിയതും അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു. അവളുടെ പിടച്ചിലും പുളച്ചിലും ആസ്വദിച്ചുകൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. നാഭിച്ചുഴിക്ക് ചുറ്റും നാവ് കൊണ്ട് വൃത്തം വരച്ചതും അവളവൻ്റെ മുടിയിൽ പിടിമുറുക്കി. അവൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അത് പിന്നെയും കാണാനും കേൾക്കാനും എന്ന വണ്ണം അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. അവളിൽ നിന്നുതിർന്ന വാക്കുകൾ അവൻ്റെ ആവേശം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. നാഭിച്ചുഴിയിൽ അമർത്തിമുത്തിയതും അവൾ കണ്ണടച്ചു, കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു ഒന്ന് പുളഞ്ഞുപോയി. അവിടുന്ന് അവൻ തൻ്റെ ചുണ്ടുകൾ മുകളിലോട്ട് ചലിപ്പിച്ചു. അവളുടെ ടോപ്പിന് മേലെയായി ഇരുമാറിലും അവൻ മുഖമുട്ടിറസി. ഇരുമാറിലും മാറി മാറി ചുംബിച്ചു. അവളുടെ കൈവിരൽ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നൂണ്ട് കയറി. അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയിൽ അവൻ ഒന്നുകൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ആ നിമിഷം വല്ലാത്തൊരു ആവേശത്തോടെ അവൻ അവളുടെ ടോപ്പ് വലിച്ചു താഴ്ത്തി. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അവൻ ആ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് തൻ്റെ കൈകൾ പതിയെ അങ്ങോട്ട് ചലിപ്പിച്ചു. അവളിൽ നാണവും വെപ്രാളവും നിറഞ്ഞു. അവളുടെ ഇന്നർ വെയർ കൂടി വലിച്ചു താഴ്ത്തി. ഒരു മറയും കൂടാതെ അവളിൽ ആർത്ത നഗ്നത അവൻ ആ മെഴുകുതിരി വെട്ടത്തിൽ മതി വരുവോളം നോക്കി നിന്നു. അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. അവൻ്റെ ആ നോട്ടത്തിൽ വിവശയായ അവൾ നാണത്തോടെ തൻ്റെ വസ്ത്രങ്ങൾ പൊക്കി വെക്കാനൊരുങ്ങവേ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ ഇരു കൈയും പിടിച്ചു വെച്ചു. കുറുമ്പോട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ അവളുടെ മുഖം തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു. ശേഷം കാതിൽ മുഖമിട്ടുരസി. അതവളിൽ ഇക്കിളി കൂട്ടി. ദിശ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ? അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് ഹസ്കി വോയിസിൽ ചോദിച്ചതും അവളുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. എന്ത് പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. ദിശ, ക്യാനായി? അവൻ ചോദ്യം ആവർത്തിച്ചതും അവളിൽ വെപ്രാളം നിറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, സോറി. അവളിൽ നിന്നും മറുപടി ഇല്ല എന്ന് കണ്ടതും അവളുടെ നെറുകയിൽ ഒന്നുകൂടെ ചുംബിച്ചുകൊണ്ടവൻ അവളിൽ നിന്നും അടർന്നു മാറി എഴുന്നേറ്റിരുന്നതും അവന് പിന്നാലെ അവളും എഴുന്നേറ്റു. അവൻ്റെ പുറമേനിയിലേക്ക് അവൻ അമർന്നുകൊണ്ട് അവനെ ഇറുകെ പുണർന്നു. അവളുടെ പ്രവൃത്തി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കിയതും അവളുടെ മുഖം അരുണാഭമായി. അപ്പോഴവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ മൗനത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന സമ്മതം അവനിലെ പുഞ്ചിരിയുടെ തിളക്കം കൂട്ടി. അവളുമായി വിരിപ്പിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ മാറിടത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവിടം തഴുകിയും തലോടിയും ചുംബിച്ചും നുണഞ്ഞും പല്ലുകൾ ആഴ്ത്തിയും അവൻ നിർവൃതി അണഞ്ഞു. നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. മെഴുകുതിരി അണയാറായി തുടങ്ങിയിരിക്കുന്നു. പുറത്തപ്പോഴും നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. ദിശ അഗസ്ത്യയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. ഇരുവരുടെയും അർത്ഥനഗ്നമേനി അവളുടെ ജാക്കറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സച്ചുവേട്ടന് ഒരു കുഴപ്പമില്ല അല്ലേ? ഷോ, എന്താണ് പെണ്ണെ ഒരു ഷോ? അത് പിന്നെ എനിക്ക് പ്രസവിക്കാൻ പേടിയാ. അവൾ ചിണുങ്ങി. ദിശ, അവൻ്റെ സ്വരം പ്രണയാർദ്രമായിരുന്നു. വിളിക്കുത്തരമായി അവൾ നേർമയായി ഒന്ന് മൂളി. എന്നാൽ പിന്നെ നമുക്ക് ഡിവോഴ്സ് ആവാം, എന്നിട്ട് ഞാൻ വേറെ കെട്ടിക്കോളാം. അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കിയതും അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചു പുരികം പൊക്കി. തനിക്ക് വേറെ കെട്ടണമല്ലേ? താൻ വേറെ കെട്ടുന്നതേ എനിക്കൊന്ന് കാണണം. അതും പറഞ്ഞ് അവൾ അവനെ തല്ലാനും പിച്ചാനും തുടങ്ങി. ആദ്യം അവൻ കുറച്ച് അടിയൊക്കെ കൊണ്ടു നിന്നു. അവസാനം അവൻ അവളുടെ കൈ രണ്ടും ബലമായി പിടിച്ചു വെച്ചു. അവളുടെ നഗ്നമേനിയിലേക്ക് കുറുമ്പോടെ നോട്ടം പായിച്ചതും അവളാകെ പെട്ട അവസ്ഥയിലായി. അവൾ കൈ പിൻവലിക്കാൻ ആവതും ശ്രമിച്ചു. അതിനിടയിൽ അവൻ തലയൊന്ന് ചെറുതായി ഉയർത്തി അവളുടെ വലത് മാറിടം വായിലാക്കിയതും മിഴിഞ്ഞ കണ്ണാൽ അവൾ അവൻ്റെ മേലേക്ക് അതുപോലെ വീഴുകയായിരുന്നു. അഗസ്ത്യയുടെ ബുള്ളറ്റ് തിരികെ ദിശയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയ അതേ സമയത്താണ് അഖിലിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത്. സമയം 4:30 അടുത്തിരുന്നു. ഇരു കൂട്ടരും പരസ്പരം കണ്ടപ്പോൾ ചെറുതായി ഒന്ന് പതറി. അഗസ്ത്യാണെങ്കിൽ പതിവ് ഗൗരവം പുറത്തെടുത്ത് ആറ്റിറ്റ്യൂഡ് ഇട്ടു നിന്നു. അല്ല, ഈ മഴയത്തെ നിങ്ങളിതെങ്ങോട്ട് പോയതാ? നനഞ്ഞ കോഴികളെ പോലിരിക്കുന്നവരെ കണ്ട് അഖിൽ ചോദിച്ചു. അത് പിന്നെ ഞാനൊരു പ്രതിയെ പിടിക്കാൻ പോയതാ, അഗസ്ത്യ ഗൗരവം ഒട്ടും കുറക്കാതെ പറഞ്ഞു. പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ ദിശ എന്തിനാ? അഖിൽ വീണ്ടും ചോദിച്ചു. അത് പിന്നെ ഞാനൊരു കമ്പനിക്ക് പോയതാ കേട്ടാ, ദിശയാണ് മറുപടി പറഞ്ഞത്. ആർക്ക്? പ്രതിക്ക് കമ്പനി കൊടുക്കാനോ? അഖിൽ ഇരുവരെയും വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. അല്ലെന്ന്, സച്ചുവേട്ടന്. ഒറ്റയ്ക്ക് വിടാൻ എനിക്കെന്തോ സങ്കടം തോന്നി. കാറ്റും മഴയോ അല്ലയോ?
അതുകൊണ്ട് ഞാനും പോയി. നല്ല കാര്യം. അല്ല, എന്നിട്ട് പിടിച്ചോ? എന്ത്? ദിശ വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. പ്രതിയെ. മറുപടി പറഞ്ഞത് അഗസ്ത്യാണ്. പിന്നെ പിടിക്കാതെ ശരിക്കും പിടിച്ചു എന്നും പറഞ്ഞു പോകുന്നവനെ കണ്ടപ്പോൾ അഖിൽ ഇതെന്താ ഇവൻ ഇങ്ങനെ പറയുന്നത് എന്ന പോലെ ദിശയെ നോക്കി. DCP ഡബിൾ മീനിങ് പറയാൻ തുടങ്ങിയില്ലേ, നാണമില്ലാത്തവൻ എന്നും മനസ്സിൽ പറഞ്ഞു. ദിശ മുഖത്തെ പതർച്ച മറച്ചു പിടിച്ചു. ഞാൻ പോട്ടാക്കിയേട്ടാ എന്നും പറഞ്ഞ് അഗസ്ത്യക്ക് പിന്നാലെ നടന്നു. അല്ല ഗീ, നിങ്ങളിതെങ്ങോട്ടായി നേരത്ത് പോയത്? തൻ്റെ നടത്ത് നിർത്തി അഖിലിന് നേരെ തിരിഞ്ഞുകൊണ്ട് അഗസ്ത്യ ചോദിച്ചു. അത് പിന്നെ ഇവൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ഒരു പൂതി, അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോയതാ. ഈ പാതിരാത്രി, അതും ഈ മഴയത്ത് ഐസ്ക്രീമോ? ഏട്ടത്തിയുടെ തലയിൽ വല്ല ഓളം ഉണ്ടോ? അഗസ്ത്യയുടെ ചോദ്യം കേട്ട് ദിയ ചമ്മിയെ ചിരി അങ്ങ് പാസ്സാക്കി. ഓളമുണ്ടോ തീരമുണ്ടോ എന്നൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാമെന്നും പറഞ്ഞ അഖിൽ ദിയയും കൂട്ടി മുന്നോട്ട് നടന്നു. എടാ ഗീ, അപ്പോൾ നിങ്ങളെങ്ങനെ പുറത്തിറങ്ങി? കീ ഞങ്ങളുടെ കയ്യിലാണല്ലോ, അഗസ്ത്യ വിളിച്ചു ചോദിച്ചു. ദിയയുടെ കയ്യിൽ സ്പെയർ കീ ഉണ്ടായിരുന്നു. പിന്നെ ഇനി പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ കൂട്ടിന് ഇവളുണ്ടല്ലേ, കാർ എടുക്കുന്നതാ ബെസ്റ്റ്. മഴക്കാലല്ലേ, കൊച്ചിന് പനി പിടിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദിയയുടെ കൈയും പിടിച്ച് അഖിൽ അകത്തേക്ക് നടന്നു. ആ കേട്ടന് കത്തിന്നാ തോന്നണേ. സന്തോഷമായല്ലോ, ദിശ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. സന്തോഷമായെന്നോ? ഇന്നത്തെ പോലെ ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. ആരാ സന്തോഷം ആഗ്രഹിക്കാത്തത്? അവളെ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ പിന്നെയും കൂർപ്പിച്ചു നോക്കി. നീ വാ പെണ്ണെ, കുറച്ചെങ്കിലും കിടക്കണ്ടേ, ഇല്ലെങ്കിൽ നാളെ പണി കിട്ടും. അതും പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു. പിറ്റേന്ന് രാവിലെ പിറന്നാൾ പ്രമാണിച്ച് ദിശയുടെ വീട്ടിൽ ചെറിയ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. അഗസ്ത്യയുടെ വീട്ടുകാരെയും ദിശയുടെ ഫ്രണ്ട്സിനെയും ആര്യനെയും പിന്നെ ദിശയുടെ ചെറിയച്ഛൻ, ചെറിയമ്മ, മക്കൾ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന ചെറിയൊരു ഫംഗ്ഷൻ. മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അഗസ്ത്യയും ദിശയും ക്ഷേത്രത്തിലേക്ക് ചെന്നത്. അച്ഛൻ സമ്മാനിച്ച ചുരിദാറായിരുന്നു ദിശയുടെ വേഷം. മുണ്ടും ഷർട്ടുമാണ് അഗസ്ത്യ ധരിച്ചത്. ഒരു ഒഫീഷ്യൽ കോൾ വന്നത് പ്രകാരം അഗസ്ത്യ ഞാൻ വന്നോളാം, നീ ചെല്ലേ എന്ന് പറഞ്ഞ് ഫോണും പിടിച്ച് പുറത്തേക്ക് നടന്നു. ദിശ ശ്രീകോവിലിന് അരികിലേക്ക് നടന്നു. അഗസ്ത്യ കോൾ അവസാനിപ്പിച്ചു അകത്തേക്ക് നടന്നതും കണ്ണടച്ചു പ്രാർത്ഥിക്കുന്ന ദിശക്കരികെ നിൽക്കുന്ന രോഹിത് ദിശയെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അഗസ്ത്യ അങ്ങോട്ട് വരുന്നത്. അഗസ്ത്യയുടെ മുഖം വലിഞ്ഞു മുറുകി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അഗസ്ത്യ ദിശക്കരികിലേക്ക് നടന്നു. അവളെയും കൈകളിൽ കോരിയെടുത്ത് അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ പ്രവൃത്തിയിൽ ദിശ ആകെ തറഞ്ഞിരിപ്പാണ്. സച്ചുവേട്ട എന്താ ഇത്? താഴെ നിർത്ത്, എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല. താഴെ ഇറക്കി സച്ചുവേട്ടാ, ബാക്കി വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. സച്ചുവേട്ടാ. അവൾ എന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. ദിശയെയും കൈകളിൽ കോരിയെടുത്ത് അമ്പലത്തിൻ്റെ പടികളിറങ്ങുന്ന അഗസ്ത്യയെ രോഹിത് ദൂരെ നിന്നും നോക്കി കാണുകയായിരുന്നു. 2.5 മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അവറാച്ചൻ ജയിലിൽ നിന്നിറങ്ങിയത് അറിഞ്ഞിട്ട് വന്നതാണ് പ്രതാപ് പോത്തൻ. ഇരുവരും മദ്യം രുചിച്ചുകൊണ്ട് അഗസ്ത്യക്കുള്ള അടുത്ത പണി ഒരുക്കുന്ന തിരക്കിലാണ്. ഇതേ സമയം ദിശയുടെ പിറന്നാളിന് വരാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി വന്നതാണ് മാനസയും മയൂരിയും. ദിശയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇരുവരും ഒരു മാളിൽ ചെന്നു. ദിശയ്ക്ക് വാച്ചിനോട് വല്ലാത്തൊരു ക്രേസാണെന്ന് അറിയാവുന്നതുകൊണ്ട് രണ്ടും വാച്ച് ഷോപ്പിലേക്ക് കയറി. അന്നേരമാണ് അതുവഴി ആര്യം പോകുന്നത്. കൂടെ അവൻ്റെ അനിയത്തി അഞ്ജന ഉണ്ടായിരുന്നു. വാച്ച് ഷോപ്പിൽ നിൽക്കുന്ന മാനസയെ കണ്ടതും അവൻ ഓർമ്മ വന്നത് മാനസ പൊളിയാണ്, വൈബാണ്, വേർജിനാണ് എന്ന അവളുടെ ഡയലോഗാണ്. അതോർക്കവേ അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു ചിരി വിരിഞ്ഞു. അത് കഴിഞ്ഞു 2 ദിവസം പെണ്ണ് മെസ്സേജ് ഇട്ട് വെറുപ്പിക്കൽ. പിന്നെ ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്പർ ബ്ലോക്ക് ചെയ്ത് വിട്ടു. എന്താ ചേട്ടാ ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? ആര്യൻ്റെ ചിരി കണ്ട് അഞ്ജന ചോദിച്ചു. ഒന്നുമില്ല, നീ ഇങ്ങ് വന്നേ, നമുക്കേത് ആ ഷോപ്പിലൊന്ന് കയറണം. അവിടെ എത്തിയാൽ നീ എന്നെ ബേബി എന്നേ വിളിക്കാൻ പാടുള്ളൂ. എനിക്ക് മനസ്സിലായി, ആ ഷോപ്പിൽ ചേട്ടൻ്റെ എക്സ് ഉണ്ടല്ലേ. എക്സും വയ്യൊന്നുമില്ല, നീ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. ശരി, കുറച്ചു നേരം ഞാൻ ചേട്ടൻ്റെ ക്യാമുകയാവണം അല്ലേ? ഞാൻ ഏറ്റു. ബേബിയെന്നോ ബേബി ചേച്ചിയെന്നോ ചേട്ടനെന്നോ എന്ത് വേണേലും വിളിക്കാം. പകരം എനിക്ക് 1 അല്ല 2 വാച്ച് വാങ്ങിത്തരണം. കോപ്പി നടക്കില്ല. സമ്മതാണോ? സമ്മതം. അഞ്ജനയുടെ ആവശ്യം അംഗീകരിച്ചു. ആര്യൻ അവളെയും ചേർത്ത് പിടിച്ചു അകത്തേക്ക് നടന്നു. ഒരു പെണ്ണിനെയും ചേർത്ത് പിടിച്ച് നടക്കുന്ന ആര്യനെ കണ്ടതും മയൂരി മാനസയെ തോണ്ടി ആ കാഴ്ച കാട്ടിക്കൊടുത്തു. ഓ ബേബി, എനിക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു കോസ്റ്റ്ലി വാച്ച് വാങ്ങിത്തന്നത്, പിന്നെ എന്തിനാ വീണ്ടും? വേണ്ടായിരുന്നു. ഷോ, ഈ ബേബിയുടെ ഒരു കാര്യം. ലവ് യുടാ, അഞ്ജന അവൻ്റെ കവിളിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരെയും മാറി മാറി നോക്കുന്നതിനിടയിലാണ് അഞ്ജനയുടെ ബേബി വിളി. മാനസയുടെ ഹൃദയം തകർന്ന് തരിപ്പണമായി.